ചെൽസി കോച്ചിനെ പുറത്താക്കി. എന്താ ഞെട്ടുന്നില്ലേ? ഇല്ല. പണ്ട് ഹരിശ്രീ അശോകൻ പറഞ്ഞ പോലെ അങ്ങനെ എപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ലല്ലോ. 0.0 ഗോൾസ്. ലിയാം റൊസേനിയറിൻ്റെ അവസാന 5 പ്രീമിയർ ലീഗ് മത്സരങ്ങളിലെ പ്രകടനമാണിത്. അടിച്ചിട്ട് പോയവരിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുതൽ ബ്രൈറ്റൺ വരെ ഉൾപ്പെടും. ഒരു ഗോൾ പോലും നേടാതെ 5 കളികൾ ചെൽസി തോൽക്കുന്നത് 1912 ശേഷം ഇതാദ്യമാണ്. ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് പോലും ഉറപ്പില്ല. ഓരോ പരാജയത്തിന് ശേഷവും സ്റ്റാഫോർഡ് ബ്രിഡ്ജിലും എവേ മൈതാനങ്ങളിലും തിളച്ചുമറിയുന്ന ആരാധകരോഷവും ബ്ലൂ ഔട്ട് ബാനറുകളും വേറെ. ഒടുവിൽ 106 ദിവസത്തെ പരിശീലക കരിയറിന് ശേഷം ലിയാം റൊസേനിയർ പടിയിറങ്ങിയിരിക്കുന്നു. പാതിയിൽ പരിശീലന കുപ്പായം ഊരിപ്പിക്കുന്ന മറ്റൊരാൾ കൂടി. ഈ 41കാരനെ സാക്ക് ചെയ്താൽ മാത്രം അവസാനിക്കുന്നതാണോ ചെൽസിയിലെ പ്രശ്നങ്ങൾ? ഇല്ലെന്ന കാര്യം പകൽ പോലെ ആരാധകർക്കും ഫുട്ബോൾ പണ്ഡിറ്റുകൾക്കും നന്നായി അറിയാം. പ്രശ്നം ക്ലബ് മാനേജ്മെൻറ്റാണ്. ടോഡ് ബോഹ്ലിയും ബഗ്ദാദ് എക്ബാലിയും അടങ്ങിയ ബ്ലൂക്കോ ഗ്രൂപ്പും അവരുടെ ട്രാൻസ്ഫർ പോളിസിയുമാണ് പ്രശ്നമെന്ന് എല്ലാവർക്കും അറിയാം. കുറച്ചു കാലമായി എല്ലാവരും ചെൽസിയുടെ തിരിച്ചടിയുടെ കാരണമായി വിരൽ ചൂണ്ടുന്നത് ഉടമകളിലേക്കാണ്. ടീമിൻ്റെ മോശം ഫോമിൽ ഇടയ്ക്കിടെ പരിശീലകർ മാറുന്നതല്ലാതെ റിസൾട്ടിൽ മാറ്റമൊന്നുമില്ല. ദീർഘകാല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ഓരോ ട്രാൻസ്ഫർ സമയത്തും ടീം സ്പോർട്ടിംഗ് ഡയറക്ടർമാർ പുതിയ താരങ്ങൾ എത്തിക്കുമ്പോഴും ടീം ബാലൻസിംഗ് പലപ്പോഴും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. എസ്തവോ വില്ലിൻ അടക്കമുള്ള യങ് സെൻസേഷനുകളെ മുന്നേറ്റ നിരയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ പ്രതിരോധ നില ബിലോ ആവറേജായി മാറുന്ന അവസ്ഥ. ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്ന് മികച്ചൊരു ഗോൾ കീപ്പറെ എത്തിക്കുന്നതിലും ക്ലബ്ബ് ദയനീയ പരാജയമായി. ബ്ലൂസിനെ സംബന്ധിച്ച് കോച്ചിനെ മാറ്റുന്നതും പുതിയ പരിശീലകനെ കൊണ്ടുവരുന്നതുമൊന്നും പുതുമയുള്ള കാര്യമല്ല. അവർക്കിത് ശീലമാണ്. പ്രത്യേകിച്ച് ബ്ലൂക്കോ ഗ്രൂപ്പ് ക്ലബിൻ്റെ കടിഞ്ഞാൺ ഏറ്റെടുത്ത ശേഷം. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ 1269 കോടിയിലധികമാണ് സാക്ക് ചെയ്യപ്പെട്ട പരിശീലകർക്ക് നഷ്ടപരിഹാരം നൽകാൻ മാത്രമായി ക്ലബ് മാനേജ്മെൻറ്റ് ചെലവിട്ടത്. യൂറോപ്പിലെ മറ്റേതൊരു ക്ലബിനേക്കാൾ ഇക്കാര്യത്തിൽ മുന്നിൽ. റോമൻ അബ്രാമോവിച്ചിൻ്റെ അവസാന കാലത്ത് പരിശീലക ചുമതലയിൽ അവരോധിക്കപ്പെട്ട തോമസ് ടുഹേലിന് പുതിയ ഉടമകൾക്ക് കീഴിൽ തുടരാനായത് 101 ദിനങ്ങൾ മാത്രമായിരുന്നു. ചാമ്പ്യൻസ് ലീഗ് അടക്കം നേടിയ ക്ലബിനെ മികച്ച നേട്ടങ്ങളിലേക്ക് നയിച്ച ജർമ്മൻ മാനേജറുടെ പുറത്താകലെന്ന് ഞെട്ടലോടെയാണ് ചെൽസി ആരാധകർ വീക്ഷിച്ചത്. പിന്നാലെ സ്റ്റാഫോർഡ് ബ്രിഡ്ജിൽ പറന്നിറങ്ങിയത് ബ്രൈറ്റണിൽ വിപ്ലവം തീർത്ത ഗ്രഹാം പോട്ടർ. എന്നാൽ ബ്രൈറ്റണിലെ അത്ഭുത കുതിപ്പ് ചെൽസിയിൽ ആവർത്തിക്കാൻ ഈ ഇംഗ്ലീഷ് പരിശീലകനായില്ല. ഫലമോ 208 ദിവസങ്ങൾക്ക് ശേഷം പോർട്ടറുടെയും ചീട്ട് കീറി. പിന്നീടായിരുന്നു മൗറിഷ്യോ പോച്ചിറ്റീനോയുടെ രംഗപ്രവേശനം. പ്രധാന ക്ലബ്ബുകളെ പരിശീലിപ്പിച്ച് പരിചയമുള്ള പോച്ചിറ്റീനോ സ്ഥാനമേറ്റെടുത്തപ്പോൾ ആരാധകർ വലിയ പ്രതീക്ഷയിലായിരുന്നു. തനിക്ക് ആവശ്യമായ താരങ്ങളെ എത്തിച്ച് ട്രാൻസ്ഫർ മാർക്കറ്റിലടക്കം അർജന്റീൻ മാനേജർ കൃത്യമായ ഇടപെടലും നടത്തി. എന്നാൽ യൂറോപ്പിലെ ടോപ്പ് ലീഗിൽ നിലയുറപ്പിക്കാൻ ചെൽസിക്കും പോച്ചറ്റീനോക്കുമായില്ല. ചാമ്പ്യൻസ് ലീഗ് ബെർത്ത് പോലുമില്ലാതെ നിരാശപ്പെടുത്തിയ സീസണായിരുന്നത്. ഒമ്പന്മാർ മുതൽ കുഞ്ഞൻ ക്ലബ്ബുകൾ വരെ തോൽപ്പിക്കുന്നിടമായി സ്റ്റാഫോർഡ് ബ്രിഡ്ജ് മാറി. പോച്ചറ്റീനോ മടങ്ങിയതിനു ശേഷം വന്നത് എൻസോ മരസ്ക. ലെസ്റ്റർ സിറ്റിയിൽ നിന്നെത്തിയ മരസ്കയെ പതിയെ ചെൽസിക്കൊപ്പം ചൂടുറപ്പിക്കുന്നതാണ് പിന്നീട് കണ്ടത്. മുൻഗാമികളുടെ ആയുധങ്ങൾ കൃത്യമായി ഉപയോഗിച്ച് മികച്ചൊരു നിരയെ മരസ്ക വാർത്തെടുത്തു. വിജയങ്ങൾ ശീലമാക്കുന്ന സംഘമായി ചെൽസി മാറി തുടങ്ങി. ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിലേക്കുള്ള കംബാക്ക്, PSG തോൽപ്പിച്ച് പ്രഥമ ക്ലബ് ലോകകപ്പ് കിരീടം, കോൺഫറൻസ് ലീഗ് ചാമ്പ്യൻഷിപ്പ് സ്റ്റാഫോർഡ് ബ്രിഡ്ജിൽ കണ്ടത് പ്രതാപകാലത്തെ മിന്നലാട്ടങ്ങളായിരുന്നു. ബ്ലൂക്കോ ഗ്രൂപ്പ് ഉടമകളായതിനു ശേഷം ദീർഘകാലം പരിശീലന സ്ഥാനത്ത് തുടർന്നതും മരസ്കയായിരുന്നു. എന്നാൽ പുതുവർഷ ദിനത്തിൽ ആ തീരുമാനമെത്തി. എൻസോ മരസ്കയുടെ പടിയിറക്കം സ്ഥിരീകരിച്ചുള്ള വാർത്ത. ക്ലബിൻ്റെ മോശം പെർഫോമൻസ് ആയിരുന്നു ഇതിന് കാരണമായി പറഞ്ഞത്. എന്നാൽ സമീപകാലത്ത് ഇത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ കോച്ചിനെ സീസൺ മധ്യേ പുറത്താക്കിയത് വലിയ വിമർശനങ്ങൾക്കും കാരണമായിരുന്നു. ഒരുപക്ഷെ മറിച്ച അഭിപ്രായമുള്ളവരും ഉണ്ടാകാം. ഒടുവിൽ ചെൽസിയുടെ ഹോട്ട് സീറ്റിലേക്ക് എത്തിയയാളാണ് ലിയാം റൊസേനിയർ. എന്നാൽ 4 മാസ കോച്ചിങ് കരിയറിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ മുൻ സ്ട്രാസ്ബർഗ് പരിശീലകനായിട്ടില്ല. പ്രീമിയർ ലീഗിന് യോജിക്കാത്ത വിധത്തിൽ മൂർച്ചയില്ലാത്ത ആക്രമണമാണ് പ്രധാന വിമർശനങ്ങളിലൊന്ന്. ടോപ്പ് ലീഗിൽ ആവിഷ്കരിക്കേണ്ട ടാക്ടിക്സുകളൊന്നും അയാളുടെ പക്കലുണ്ടായിരുന്നില്ല. നിരാശയിൽ നിന്ന് ടീമിനെ പ്രചോദിപ്പിച്ച് മടക്കിക്കൊണ്ടുവരുന്നതിലും റൊസേനിയർ പരാജയമായി. ഒരു ഗോളിന് പിന്നിൽ പോയാൽ പോലും കളി കൈവിട്ട പോലെയായിരുന്നു പലപ്പോഴും ചെൽസി താരങ്ങളുടെ ബോഡി ലാംഗ്വേജ്. ചെൽസിയുടെ ഫൈറ്റിംഗ് സ്പിരിറ്റ് എവിടെയോ നഷ്ടമായതുപോലെ. നേരത്തെ മുതൽ ക്ലബ്ബ് ഉടമകളായ ബ്ലൂക്കോ ഗ്രൂപ്പിന് വിധേയമായാണ് റൊസേനിയർ പ്രവർത്തിച്ചു പോകുന്നത്. ചെൽസിയിലും അതുതന്നെ ആവർത്തിച്ചു. ട്രാൻസ്ഫർ കാര്യത്തിലും മറ്റും കോച്ചിന് യാതൊരു റോളും ഉണ്ടായിരുന്നില്ല. ക്ലബ് മാനേജ്മെൻറ്റിൻ്റെ സ്വന്തം കോച്ച് എന്ന നിലയിൽ ചെൽസി ആരാധകർക്കിടയിലും റൊസേനിയർ പ്രതിനായകനായി മാറി. ഇതിനു പുറമെ ക്യാപ്റ്റൻ റീസ് ജെയിംസിൻ്റെയും തകർപ്പൻ ഫോമിലുള്ള ജോവോ പെട്രോയുടെയും എസ്റ്റോ വില്ലിൻ്റെയും പരിക്കും ബ്രിട്ടനെതിരായ മത്സരത്തിലടക്കം ടീമിനെ വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ഇക്കാര്യം മറക്കുന്നില്ല. കോൾ പാമറിൻ്റെ മോശം ഫോമും സീസണിലുടനീളം ചെൽസിയുടെ സാധ്യതകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തി. ലിയാം റൊസേനിയറിൻ്റെ പിൻഗാമിയായി നിലവിൽ ഇന്ത്യൻ കോച്ച് കല്ലം മക്ഫാലനാണ് ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. സീസൺ അവസാനം വരെ പുതിയ കോച്ചിനെ നിയമിക്കില്ലെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും കൈവിട്ട ചെൽസിക്ക് മുന്നിൽ ഇനി അവശേഷിക്കുന്ന ഏക പോരാട്ടം FA കപ്പാണ്. ഞായറാഴ്ച FA കപ്പ് സെമിയിൽ ലീഡ്സ് യുണൈറ്റഡാണ് ബ്ലൂസിൻ്റെ എതിരാളികൾ. അതോടൊപ്പം ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് ഉറപ്പിക്കാൻ അവസാന ശ്രമം. ചെൽസി ഇനി എന്ന് നന്നാകും?